നമസ്കാരം. നമ്മുടെ സഹോദരന്മാരുടെ അടുത്ത് ദേഷ്യവും വിദ്വേഷവും നമുക്ക് തോന്നുന്നെങ്കിൽ, പ്രത്യേകിച്ച് വിശ്വാസികൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലില്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കള്ളം എന്നാണ് വചനം പറയുന്നത്. അതായത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ പിറന്നവർ തന്നെ ആവണമെന്നില്ല, നമ്മുടെ കൂടെയുള്ള നമ്മുടെ മറ്റ് ബിലീവേഴ്സ്, മറ്റ് വിശ്വാസികളോട് നമ്മൾ സ്നേഹത്തോടെ അല്ല പെരുമാറുന്നതെങ്കിൽ, അതായത് പകയോടും വിദ്വേഷത്തോടും ആണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതെങ്കിൽ, നമുക്ക് ദൈവസ്നേഹം നമ്മൾ ഉള്ളിലുമില്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കള്ളന്മാരാണ് എന്ന് തന്നെയാണ് വചനം പറയുന്നത്. നമുക്കത് നോക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 20-21. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം എന്നാണ്. നമ്മളെ വിദ്വേഷിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്യോന്യം, നമ്മുടെ വിശ്വാസികളോട് നമ്മൾ സ്നേഹം കാണിക്കണ്ടേ? ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് ദൈവസ്നേഹം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കാതെ പറ്റില്ല. നമുക്ക് സ്നേഹം വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് നുരഞ്ഞ് പതഞ്ഞ് ഇങ്ങി വെളിയിൽ വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ അല്ല പെരുമാറുന്നതെങ്കിൽ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്, ദൈവസ്നേഹം നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ, ദൈവത്തെ നാം ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നമുക്കത് മനസ്സിലായി, നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവസന്നിധിയിൽ പോയി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.